ഡിപ്രഷൻ ഓഫ് ക്യാൻലിവർ ഒരു നോൺ യൂണിഫോം ബെൻഡിങ് ആണത്. ക്യാൻലിവർ എന്ന് പറയുന്നത് ഒരു യൂണിഫോം തിൻ ബാറാണ് ക്യാൻലിവർ. ഇനി ക്യാൻലിവറിൻ്റെ അകത്തെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കോണേ. നമ്മളിവിടെ ഒരു യൂണിഫോം ബാറ് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഈ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു വെയിറ്റ് തൂക്കിയിട്ടു. അതാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്ന ആ വെയിറ്റ് mg. ശരി, ഇനിയും അതായത് നമ്മൾ വെയിറ്റ് എന്ന് പറയുമ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഫോഴ്സാണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ടാണ് ഫോഴ്സ്, ഇതിനെ വലിക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഈ ഡയറക്ഷനാണ്. ശരി, ഇനിയും നോക്കിക്കേ. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് പതുക്കെ നോക്കി പതുക്കെ ഇവിടുന്ന് ഇങ്ങനെ ചെരിഞ്ഞു, ശരിയല്ലേ? അങ്ങനെ ചെരിഞ്ഞു കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായ ഒരു ടേമുണ്ട്, റേഡിയസ് ഓഫ് കർവേച്ചർ. എന്താ റേഡിയസ് ഓഫ് കർവേച്ചർ? ഇത് ഇവിടെ നോക്കിക്കേ. ഏതെങ്കിലും ഒരു ഇഫ് എ പാർട്ടിക്കിൾ അറ്റൈൻ എ കോംപ്ലിക്കേറ്റഡ് പാത്ത്, ഏതെങ്കിലും ഒരു പാത്ത് അത് അറ്റൈൻ ചെയ്തോട്ടെ. അതുകൊണ്ട് ഇപ്പോൾ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ ഒരു പാത്ത് അറ്റൈൻ ചെയ്തു. ഈ പാത്ത് അറ്റൈൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വെച്ച് ഇതിനെ ഒരു റൊട്ടേഷണൽ പാത്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു റേഡിയസ് ഓഫ് കർവേച്ചറാണ്. നോക്കി, അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് നമുക്കിവിടെ ഒരു റേഡിയസ് കർവേച്ചർ ഉണ്ടാക്കാം. എ എന്ന് പറയുന്നത് നോക്കി, എ ഇങ്ങോട്ടാണ്, എ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും തിരിക്കാം. അപ്പോൾ ഇവിടെ രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ സെൻട്രൽ പോയിന്റ് എന്നുള്ളത് എന്താ, റേഡിയസ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞു, ഇവിടെ ഒരു ചെരിവ് കിട്ടി. അപ്പോൾ ഈ ചെരിവിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം, ഒരു സർക്കിള് ഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു റേഡിയസ് കൊടുത്തു, അത് ആർ. ഓക്കെ അല്ലേ? ഇപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നുള്ള ടൈം നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ഇനിയും ഇവിടെ ബെൻഡാണ് ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും നമുക്കറിയാം, ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബെൻഡിങ് മൂമെൻറ്റ് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ബെൻഡിങ് മൂമെൻറ്റ് ഈക്വൽ ടു y ig ബൈ r. ig എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഇനി ഇവിടെ ഉണ്ടായിട്ടുള്ള മറ്റൊരു പ്രതിഭാസമാണ് ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ. അതായത് കപ്പിൾ ഉണ്ടാകണമെങ്കിൽ ഇവിടെ നോക്കി, ഇതുണ്ടോ, ഒരു പോയിന്റിലോട്ട് ഒരു ഫോഴ്സും അതുപോലെ മറ്റൊരു പോയിന്റിലോട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഒരു ഫോഴ്സും കൂടെ കൊടുക്കുമ്പോൾ ഇതെന്ത് ചെയ്യും, ഈ വസ്തു റൊട്ടേറ്റ് ചെയ്യും, ശരിയല്ലേ? ഇങ്ങനെയാണ് വസ്തു ഇരിക്കുന്നതെങ്കിൽ ഇവിടോട്ടൊരു ഫോഴ്സും ഇങ്ങോട്ടൊരു ഫോഴ്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഇത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ബെൻഡിങ് മൊമെൻറ്റും ബെൻഡിങ് കപ്പിളും കോൺസെൻട്രേറ്റ് ചെയ്തത് എന്നതിനൊരു കാരണം ഇതാണ്. അറ്റ് ഇക്വിലിബ്രിയം ദ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ബെൻഡിങ് കപ്പിൾ വിൽ ബാലൻസ്. അവർ തമ്മിൽ ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഈക്വൽ ആണെന്നുള്ള കോൺസെപ്റ്റിലോട്ട് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഡെറിവേഷൻ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരി, അങ്ങനെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ എത്തിക്കാൻ വേണ്ടി വേണ്ട രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. ബെൻഡിങ് മൊമെൻറ്റും ഉണ്ട്, നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് കപ്പിളും ഉണ്ട്. ഇനി എന്താണ് കപ്പിൾ? കപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ രണ്ട് ഫോഴ്സുകൾ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഫോഴ്സുകൾ. ഈ മൊമെൻറ്റ് ഓഫ് കപ്പിൾ എന്ന് പറയുന്നതും എന്താണ്, മൊമെൻറ്റ് ഓഫ് കപ്പിൾ ഈസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ സൈസ് ഓഫ് വൺ ഫോഴ്സ് ഇൻറ്റു ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആർ ക്രോസ് എഫ് എന്നുപോലെ തന്നെ ടോർക്കിൻ്റെ എഫക്റ്റ് കപ്പിളിൽ നമ്മൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഫോഴ്സും അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസും. അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര, mg, ആ വെയിറ്റാണ്, w ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ l-x. ഈ l-x വരാനുള്ള കാരണം ശ്രദ്ധിച്ച് നോക്കിക്കോണേ. നമ്മൾ എടുക്കുന്ന ക്യാൻലിവറിൻ്റെ ലെങ്ത് ഈ l ആണ്. ഓക്കെ, ഈ എല്ലിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ പോയിൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മൊത്തത്തിലുള്ള എല്ല് കൺസിഡർ ചെയ്യുന്നില്ല. മൊത്തത്തിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് വലിയ കൂടുതലായിക്കോട്ടെ, പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഏതോ ഒരു പോയിൻ്റ് P ആണ്. ഈ പി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ക്യാൻലിവർ ഇരിക്കുവാണെങ്കിൽ ഈ റീജിയനാണ് നമ്മൾ എടുക്കുന്ന പി. അപ്പം ആ പിയെയാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ചെറിയൊരു ഭാഗം. ഓക്കെ, അപ്പോൾ ആ പിയിൽ നിന്നും എത്രത്തോളം ബെൻഡിങ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഈ ഫോഴ്സ്, ഇപ്പോൾ ഈ ക്യാൻഡിലിവറിലോട്ട് വരുന്ന ഫോഴ്സ് പി വരെ എത്ര ദൂരം ഉണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ അതറിയാൻ വേണ്ടി നമ്മൾ മൊത്തത്തിലുള്ള ക്യാൻലിവറിൻ്റെ ലെങ്ത് L എന്ന് കൊടുത്തു. ഇനി നിങ്ങൾ എടുക്കാൻ പോകുന്ന, നിങ്ങൾ അസ്യൂം ചെയ്യുന്ന ചെറിയ ഭാഗത്തിൻ്റെ ലെങ്ത് X എന്ന് കൊടുത്തു. അങ്ങനെ ആണെങ്കിൽ ഫോഴ്സ്
ഇപ്പോൾ നിങ്ങൾക്ക് ബെൻഡിങ് സംഭവിക്കുന്ന നിങ്ങൾ എടുക്കുന്ന പോയിന്റിലോട്ടുള്ള ദൂരം എത്ര ആയിരിക്കും? എൽ മൈനസ് എക്സ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് വന്നിരിക്കുന്നത്? ആ ഡിസ്റ്റൻസ് ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ് എന്ന് വന്നിരിക്കുന്നത്. മൊത്തത്തിലുള്ള ലെങ്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്ത് വന്നേനെയും ഡബ്ല്യു ഇൻറ്റു എൽ എന്ന് വന്നേനെയും. നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തോണം, ഇത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത്. മൊത്തത്തിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് എല്ലാണ്. നമുക്ക് വേണ്ട പോയിൻ്റ് ഏതാ? പി തൊട്ട് നമ്മളങ്ങ് അസ്യൂം ചെയ്യുന്നു, അവിടം തൊട്ട്. അപ്പോൾ ഫോഴ്സ് എവിടെ കൊടുക്കുന്നോ ആ പോയിൻ്റ് തൊട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന പി വരെയുള്ള ദൂരം എൽ മൈനസ് എക്സ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ്. ഇനി നമ്മൾ പറഞ്ഞ പോലെ അറ്റ് ഇക്വിലിബ്രിയം ബെൻഡിങ് മൊമെൻറ്റ് ഈക്വൽ ടു ആരുമായിട്ട് ഈക്വൽ ചെയ്യും? ബെൻഡിങ് മൊമെൻറ്റ് ഈക്വൽ ടു ദ കപ്പിൾ, ബെൻഡിങ് കപ്പിൾ. അപ്പോൾ നമ്മൾ വൈ ഐ ജി ഡിവൈഡ് ബൈ ആർ ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ്. ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കുക, നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന എന്താ? ഈ ഡിപ്രഷൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, പി റീജിയനിലുണ്ടായ ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ എടുത്തിരിക്കാൻ പോകുന്നത്? വൈ ആണ്. മൊത്തത്തിലുള്ള ഡിപ്രഷൻ എന്താ? ഡെൽറ്റ. എല്ല് ദൂരമുള്ള ഡിപ്രഷൻ ഡെൽറ്റ. നമ്മുടെ റീജിയനിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് എടുത്തിരിക്കണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഡിപ്രഷൻ സ്മോൾ ലെറ്റർ വൈ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം: 1/r റേഡിയസ് ഓഫ് കർവേച്ചർ 1/r ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ വൈ ഇൻറ്റു ഐ ജി എന്ന് എഴുതാം. ഇനിയും ഈ 1/r എന്താണെന്ന് അറിഞ്ഞിരിക്കുക. 1/r എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്ലോപ്പ്. എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ആണ്, ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് ദ കർവ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു കർവേച്ചറാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ബെൻഡിങ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 1/r എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് എടുക്കുന്നു. 1/r ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടത് ആരാ? വൈ എന്ന് പറയുന്ന ഡിപ്രഷനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വൈ എന്നുള്ള ടേം, ഡിപ്രഷൻ ടേമിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഈ വൈ ആരാന്ന് ഓർത്തോണം. ഈ വൈ എന്ന് പറയുന്നത് യങ്സ് മോഡുലസാണ്. വൈ ക്യാപിറ്റൽ വൈ, ഇത് സ്മോൾ വൈ. അപ്പം സ്മോൾ വൈ ആണ് നമ്മുടെ ഡിപ്രഷൻ ടൈം. ആ ഡിപ്രഷൻ ടൈമിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു മാർഗം സ്വീകരിച്ചതാണ് എന്താ? ഇൻവേഴ്സ് ഓഫ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ സ്ലോപ്പ് ആയിട്ട് എടുക്കുന്നു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അതെങ്ങനെ വന്നതെന്നുള്ളത് ഞാനിവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കിക്കോ. പക്ഷെ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും വേണ്ട ആവശ്യമില്ല. ഇത് എങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നോക്കി, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ വൈ ഇൻറ്റു ഐ ജി. ഇതിൻ്റെ അകത്തും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ വൈ കിട്ടാൻ വേണ്ടി നമുക്കുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്, നമ്മൾ അതിനെ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് എന്നുള്ളത് എന്തായിത്തീരും? ഡി വൈ ബൈ ഡി എക്സ് ആയിത്തീരും. ഈക്വൽ ടു ഡബ്ല്യു കോൺസ്റ്റൻ്റ് ആണ്, വൈ കോൺസ്റ്റൻ്റ് ആണ്, ഇനി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു എൽ മൈനസ് എക്സ് എന്നായിരുന്നല്ലോ. അപ്പം എന്ത് വരും? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്താവും? എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് സി, ഒരു കോൺസ്റ്റൻറ്റ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു കോൺസ്റ്റൻറ്റ് വരും. ഇനി ആ കോൺസ്റ്റൻറ്റിനെ കളയാൻ വേണ്ടി, കോൺസ്റ്റൻറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കും. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ എടുക്കുന്നു. ഇനിഷ്യൽ കണ്ടീഷനിൽ അറ്റ് എക്സ് ഈക്വൽ ടു 0, നമ്മൾ എൽ ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ മൊത്തം ലെങ്ത് ആയിരുന്നെങ്കിൽ. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ പറഞ്ഞു. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആവും. കാരണം എന്താ? എക്സ് 0, ഇനിഷ്യലായിട്ട് ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ചേഞ്ചും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഓൾറെഡി 0 ആവും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഇവിടെ എക്സിനൊക്കെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് എല്ലാം 0 ആകുന്നു, ഡി വൈ ബൈ ഡി എക്സും 0 ആകുന്നു. സോ സി എന്തായി തീരും? 0 ആയി തീരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? ഇത്രയായിട്ട് കിട്ടി അല്ലേ? ഡബ്ല്യു ബൈ വൈ ഐ ജി ഇൻറ്റു എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. ഇനി നമുക്ക് വൈ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മതി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇനി അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആരെ കിട്ടി?
വൈ കിട്ടി. സോ വൈ ഈക്വൽ ടു ഡബ്ല്യു ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു ഐ ജി ഇൻറ്റു എൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂ ബൈ സി 6 പ്ലസ് സി ഡാഷ്. ഇത് വന്നാൽ നിങ്ങൾക്കറിയാം ഇൻ്റഗ്രേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി സി ഡാഷ് വന്നു. സി ഡാഷ് എന്താണെന്ന് അറിയത്തില്ല. സി ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് സി ഡാഷ് എന്ത് കിട്ടും? 0 കിട്ടും. നേരത്തെ പോലെ എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പം ഡി വൈ ഈക്വൽ ടു ഓൾറെഡി എന്താവും? എക്സ് 0 ആവുകയാണെങ്കിൽ വൈയും പിന്നെ ഡിപ്രഷൻ ഇല്ല. മനസ്സിലായില്ലേ? എക്സ് 0 ആകും പിന്നെ ഡിപ്രഷൻ ഇല്ല. അപ്പോൾ അതും 0 ആയി. നമുക്ക് വൈ എത്ര കിട്ടും? വൈ ഈക്വൽ ടു ഡബ്ല്യു ബൈ യങ്സ് മോഡുലസ് ഐ ജി ഇൻറ്റു എൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂ ബൈ 6. അപ്പോൾ നമ്മുടെ ഡിപ്രഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ മൊത്തത്തിലുള്ള ഡിപ്രഷൻ കാണാൻ വേണ്ടി നമ്മൾ പറയുന്നു ഇപ്പം നമ്മളെടുത്ത എക്സ് എന്ന് പറയുന്നത് എത്ര ലെങ്താണ് മൊത്തത്തിലുള്ള ലെങ്ത് ഇട്ട് കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു എൽ ഇട്ട് കൊടുക്കുന്നു. അപ്പം എക്സ് ഈക്വൽ ടു എൽ ഇട്ട് കൊടുക്കും. ലെങ്ത് എക്സ് ആകുമ്പോൾ ഡിപ്രഷൻ ഏതാ? വൈ ആണ്. അപ്പോൾ ലെങ്ത് എക്സ് ഈക്വൽ ടു എൽ ആകുമ്പോൾ ഡിപ്രഷൻ എന്താവും? ഡെൽറ്റ ആകും. അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? അവിടെ നമുക്ക് ഇത്രയും കിട്ടി. ഡെൽറ്റ എക്സ് ഈക്വൽ ടു എൽ ആയി, വൈ ഈക്വൽ ടു ഡെൽറ്റ ആയി. നമ്മൾ വൈ ഈക്വൽ ടു ഡെൽറ്റ ഇട്ട് കൊടുത്തു. എക്സ് ഈക്വൽ ടു എൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് ഇത്രയും കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിയുമ്പം വൈ ഈക്വൽ ടു ഡെൽറ്റ ഈക്വൽ ടു വൈ ഈക്വൽ ടു ഡബ്ല്യു ബൈ 3y ഐ ജി എൽ ക്യൂബ്. ഈ വൈക്ക് പകരമാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? ഡെൽറ്റ ആയത്. ഓക്കെ. ഇനി പല മെറ്റീരിയൽസിന് റെക്ടാങ്കുലർ ബീം ആകുവാണെങ്കിൽ ഐ ജി വ്യത്യാസമാകും. ഐ ജി ഈക്വൽ ടു ബി ഡി ക്യൂ ബൈ 12. സർക്കുലർ ബീം ആകുമ്പം ഐ ജി ഈക്വൽ ടു പൈ ആർ റൈസ് ടു 4 ഡിവൈഡ് ബൈ 4. അതിങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പം പല മെറ്റീരിയൽസിൻ്റെ ഡിപ്രഷൻ നമുക്ക് കിട്ടും.